Okay, present the screen now. So ഇത് previous years question paper ചോദിച്ചിരിക്കുന്ന questions ആണ് ഇതൊക്കെ. നമ്മളിവിടെ നോക്കാം ഇവിടെ. Previous years question paper. I think you can able to see this one. Okay. So first of all, we have seen these are all questions that mention the scope of Indian Electricity Rules Act 2003, specify circuit breaker having both short circuit and overload protection. I think you know a circuit which having both circuit breaker which having both short circuit and overload protection is called as the MCB, miniature circuit breaker. And explain the difference between MCB and ELCB. ELCB means earth decay circuit breaker. These are also we have discussed. What are the factors which decide the? So these are all we have to see. Second question, third question is in അപ്പുറത്തൊന്നും പഠിപ്പിച്ചില്ല. What are the steps followed by safety precautions against shock, electric shocks? Describe electric services in building, minor services and major services. Minor services means ചെറിയ വോൾട്ടേജ് ഇല്ല സർവീസസ്. മേജർ സർവീസസ് മീൻസ് ഹൈ വോൾട്ടേജ് ഇല്ല സർവീസസ് നമുക്ക് മേജർ സർവീസസ് എന്ന് പറയും. മൈനർ സർവീസസിനാണ് നമ്മൾ അതിൽ വരുന്നത് ഏതാണ് ബസർ പിന്നെ അലാർം, അതൊക്കെ മൈനർ സർവീസസ് ആണ്. മേജർ സർവീസസിൽ വരുന്നതാണ് എന്ത് നിങ്ങളെ ഈ റൂമിലെ ഇൻസ്റ്റാളേഷൻസ്, അതായത് ഡൊമസ്റ്റിക് വയറിംഗ്, കമേഴ്ഷ്യൽ വയറിംഗ്, ഇതൊക്കെ മേജർ സർവീസസിലാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്, ഇൻഡസ്ട്രിയൽ വയറിംഗ്, പിന്നെ ഹോസ്പിറ്റൽ വയറിംഗ്, ഇതൊക്കെ മേജർ സർവീസസ് ആണ്. അതൊക്കെ ഇതൊക്കെ ഇലക്ട്രിക്കൽ സർവീസസ് ഇൻ ബിൽഡിങ്സ് എന്ന് പറയും. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ഡിഫറെന്റ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റാളേഷൻസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. MCB, MCCB, RCB, RCD, RA ആൻഡ് ELCB, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത. പിന്നെയും പറയുന്നുണ്ട് സെലക്ഷൻ പ്രൊസീജിയർ ഓഫ് ELCB ഫോർ ഡൊമസ്റ്റിക് വയറിംഗ് ആൻഡ് ബിൽഡിങ്സ്. സോ എങ്ങനെയാണ് നമ്മളൊരു ELCB എടുക്കുന്നത്? സോ രണ്ട് രീതിയിൽ ELCB എടുക്കാം. വോൾട്ടേജ് കൺട്രോൾഡ് ELCB ഉണ്ട്, കറണ്ട് കൺട്രോൾഡ് ELCB ഉണ്ട്. കറണ്ട് ഓപ്പറേറ്റഡ് ELCB ഉണ്ട്. സോ കറണ്ട് ഓപ്പറേറ്റഡ് ELCB we call it as RCCB, residual current circuit breaker, and voltage operated ELCB is the normal voltage operated ELCB, is the actual ELCB, that is earth decay circuit breaker. So now we come to this point. The design an electrical schematic of residential building with the following details. Locate the position of meter board, main switchboard and distribution switchboards. സോ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഇപ്പം ഈ ഫസ്റ്റ് ക്ലാസ്സിൽ. അപ്പം ഇതിൽ ഇപ്പം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? സോ ഇനി ഇത് നോക്കുക. സോ ഇപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ തരും, എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഈ ഒരു പ്ലാൻ തരും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? സോ ഇന്നലത്തെ ക്ലാസ് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ഇന്റർഫിയർ ചെയ്യാം, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പം ഇനി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കും. ഡിസൈൻ ആൻഡ് ഇലക്ട്രിക്കൽ സ്കീമാറ്റിക് ഫോർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇൻ ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. ലൊക്കേറ്റ് ദി പൊസിഷൻ ഓഫ് മീറ്റർ ബോർഡ്, മെയിൻ സ്വിച്ച് ബോർഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ആൻഡ് സ്വിച്ച് ബോർഡ്. സ്വിച്ച് ബോർഡും മീറ്റർ ബോർഡും മെയിൻ സ്വിച്ച് ബോർഡിൻ്റെ ഒക്കെ പൊസിഷൻ നമ്മൾ ഇതിൽ ലൊക്കേറ്റ് ചെയ്യണം. സോ ഇത് നോക്കുക. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പം ഇവിടെ ഈ മീറ്റർ ബോർഡും മെയിൻ ബോർഡും സ്വിച്ച് ബോർഡും പിന്നെ എന്താ പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിന്റെ ഒരു പൊസിഷനാണ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പം ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ ഇതിന്റെ ലാമ്പ്, ഇതിന്റെ ടോട്ടൽ ലോഡ് എന്താണെന്ന് കണക്കൂട്ടണം. ഇതിന്റെ ടോട്ടൽ ലോഡ്സ് എന്താണെന്ന് കണക്കൂട്ടണം. ടോട്ടൽ ലോഡ്സ് ഇപ്പോൾ 2 ലാമ്പ് ഉണ്ട്, 2 പവർ പ്ലഗ് ഉണ്ട്, പിന്നെ 3 പ്ലഗ്സ് ഉണ്ട്. അപ്പം പിന്നെ ഇതേപോലെ 2 ലാമ്പ്, 2 പ്ലഗ്സ്, 1 പവർ പ്ലഗ്, പിന്നെ 2 ഫാന്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. കിച്ചണിലാണെങ്കിൽ നമുക്ക് എത്ര വരെ ആവാം നിങ്ങൾ നോക്കുക. ഇവിടെ ഈ കഴിഞ്ഞ മോഡ്യൂളിലെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. കിച്ചൺ വരെ ആവുകയാണെങ്കിൽ കിച്ചണിൽ നമുക്ക് എത്ര വരെ ആവാം, എത്ര വരെ പവർ പ്ലഗ്
വരെ കൊടുക്കാൻ പറ്റും? 2 അല്ലേ? ഇതില് കുറച്ചും കൂടെ സൂം ചെയ്ത് കാണുക. ഇതിൽ നോക്കുക, ബെഡ്റൂം നമ്പർ ഓഫ് 5 ആംപിയർ സോക്കറ്റ് 2 to 3 ആണ്. ഇത് 15 ആംപിയർ സോക്കറ്റോ 2. ലിവിംഗ് റൂമിലോ 2. കിച്ചൺ റൂമിലോ 2. 5 ആംപിയർ സോക്കറ്റ് 1 തന്നെ. ഡ്രോയിങ് റൂമിലോ 2. ഇതിലോ 15 ആംപിയറോ 1. സോ ഇത് നിങ്ങളെ ഈ ഡാറ്റ ഹാൻഡ് ബുക്കിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ ഡാറ്റ ഹാൻഡ് ബുക്കിൽ എപ്പോഴും ഉണ്ടാവും. ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡാറ്റ ഹാൻഡ് ബുക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, പേജ് നമ്പർ 16, ഡാറ്റ ഹാൻഡ് ബുക്ക് പേജ് നമ്പർ 16 നോക്കുക. ആ പേജ് നമ്പർ 16 നോക്കിയിട്ട് ആ ഡാറ്റ ഹാൻഡ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ അതിൻ്റെ വാട്ട്സ് അടക്കം കൊടുത്തിട്ടുണ്ട്. ഓരോ പവർ പ്ലഗിന് സോക്കറ്റിന് വാട്ട്സ് അടക്കം കൊടുത്തിട്ടുണ്ട്. പവർ പ്ലഗിന് 1000, പിന്നെ നോർമൽ പവർ പ്ലഗ് അതായത് 5 ആംപിയർ പ്ലഗിന് 100 വാട്ട് എന്നാണ് കൊടുത്തത്. അങ്ങനെ കൊടുത്ത് നിങ്ങൾ ഇതിന്റെ ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണം. ടോട്ടൽ ലോഡ് വെച്ചാൽ 2 into 60. ഇപ്പൊ ലാംപ്സ് പറഞ്ഞാൽ ഫ്ലൂറസെന്റ് ലാമ്പ് ആയിരിക്കാം. ലാംപ്സ് പറഞ്ഞാൽ ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് ആയിരിക്കാം. ഒരു ഇൻകാൻഡസെന്റ് ലാമ്പ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ 60 വാട്ടും കൊടുത്താൽ മതി. 2 into 60 പ്ലസ് 2 പവർ പ്ലഗ് പറയുന്നത്. അപ്പൊ 2 പവർ പ്ലഗ് പറയുമ്പോൾ 2 into 1000 പ്ലസ് 3 into 100. സോ ഇത്രയും കൂടിയാണ് ഈ കിച്ചന്റെ ലോഡ് വരുന്നത്. അതേപോലെ ബെഡ്റൂം നോക്കുക, 2 into ലാംപ്സ് 60 വാട്ട്, 2 into 60 പ്ലസ് 2 into 100 പ്ലസ് 1 into 1000 പ്ലസ് 1 into 100. ഒരു ഫാനിന് 100 വാട്ട് എന്ന് പറയാം. സോ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ എല്ലാത്തിൻ്റെയും എന്താ പറയാ ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണം. ഇതിന്റെ ടോട്ടൽ ലോഡ് ഫുള്ളായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ച ശേഷം നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, അതിന്റെ ഈ ഒരു പർട്ടിക്കുലർ വീട്, ഈ ഒരു പർട്ടിക്കുലർ ഹൗസ് കൺസ്യൂം ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആ പർട്ടിക്കുലർ ഹൗസിലേക്ക് വലിക്കുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ഏതിനും കൊടുക്കണ്ടേ? അതാണ് നിങ്ങളെ മെയിൻ സ്വിച്ചിൽ കൊടുക്കണ്ടേ. മെയിൻ സ്വിച്ചിൽ കറണ്ട് റേറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ടൽ ലോഡിന്റെ ടോട്ടൽ ലോഡ് എടുത്തിട്ട് അതിനെ ഏത് ഫേസ് ആണ് നോക്കണം. ടോട്ടൽ ലോഡ് വെച്ചാൽ 5000 വാട്ടിനെക്കാട്ടി മുകളിൽ പോകുന്നുണ്ടെങ്കിൽ, ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, 5000 വാട്ടിനെക്കാട്ടിയും മുകളിൽ ടോട്ടൽ ലോഡ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് 3 ഫേസ് കണക്ഷൻ ആയിട്ട് എടുക്കണം. 5000 വാട്ടിനെക്കാട്ടിയും കുറവാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഏതെടുക്കണം? സിംഗിൾ ഫേസ് കണക്ഷൻ ആയിട്ട് എടുത്താൽ മതി. സിംഗിൾ ഫേസ് കണക്ഷന് 240 വോൾട്ട് മാത്രമേ മതി. 50 ഹെർട്സ് 240 വോൾട്ട്, 240 വോൾട്ട് മാത്രമേ മതി. അപ്പം ഇതാണ് നിങ്ങളെ മെയിൻ സ്വിച്ച് ബോർഡിന്റെ റേറ്റിംഗ് ആവുന്നത്. ഓക്കെ, അപ്പം ഇത് മെയിൻ സ്വിച്ച് ബോർഡിന്റെ റേറ്റിംഗ് ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്. ടോട്ടൽ ലോഡ് കണ്ടുപിടിക്കണം. ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ചിട്ട് അതിന് ആ ടോട്ടൽ ലോഡ് 5000 വാട്ടിനെക്കാട്ടിയും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ സിംഗിൾ ഫേസ് ആക്കി എടുക്കണം. 5000 വാട്ടിനെക്കാട്ടി കൂടുന്നുണ്ടെങ്കിൽ നമുക്കത് 3 ഫേസ് ആക്കണം. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നത് 5000 വാട്ടിനെക്കാട്ടിയും കുറവായിരിക്കും. ഇത് അത്ര വില 5000 വാട്ടിനെക്കാട്ടും കൂടാൻ ചാൻസ് ഇല്ല. 5000 വാട്ടിനെക്കാട്ടി കുറവായിരിക്കും. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ ഒരു മൊത്തം ലോഡ് നമ്മൾ കണക്കൂട്ടിയിട്ട് അതിനെ വോൾട്ടേജുമായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതിന് പവർ ഫാക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പവർ ഫാക്ടർ കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. പവർ ഫാക്ടർ ഒരു 0.9 പവർ ഫാക്ടറോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുക. അത് കമ്പൽസറി ഒന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് വോൾട്ടേജിന് മീൻസ് വാട്ടിന് വോൾട്ടേജുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു കറണ്ട് കിട്ടും. ആ കറണ്ട് എങ്ങനെ ഉണ്ടാവണം? ഫോർ എക്സാമ്പിൾ ഒരു 30 ആംപിയർ കിട്ടുന്നു കരുതിക്കോ, 30 ആംപിയർ. അപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് 6 ആംപിയർ റേഞ്ചിലാണ്. 6, പിന്നെ അത് കഴിഞ്ഞിട്ട് 12, പിന്നെ അത് കഴിഞ്ഞിട്ട് 16, അത് കഴിഞ്ഞിട്ട് 32, അത് കഴിഞ്ഞിട്ട് 43. ആ റേഞ്ചിലാണ് കറണ്ട് റേറ്റിംഗ് വരുന്നത്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ഡാറ്റ ഹാൻഡ് ബുക്ക് നോക്കുക. ആ ഡാറ്റ ഹാൻഡ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ MCB മെയിൻ സ്വിച്ച് ബോർഡിന്റെ റേറ്റിംഗ്സ് കാണാൻ പറ്റും. 10 ആംപിയറിനെക്കാട്ടി മുകളിൽ പോകുന്നുണ്ടെങ്കിൽ, 16 ആംപിയറിനെക്കാട്ടി മുകളിൽ പോകുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? അതിന്റെ അടുത്തുള്ളത് 32 കൊടുക്കുക. 32 ആംപിയറിനെക്കാട്ടി മുകളിൽ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്തുള്ളത് 43 ആണോ 62 ആണോ നോക്കുക. 43 ഉണ്ടെങ്കിൽ 43 എടുക്കുക, 43 ഇല്ലെങ്കിൽ 62 എടുക്കുക. 62 ആംപിയർ ആയിരിക്കണം മെയിൻ സ്വിച്ചിന്റെ റേറ്റിംഗ്. ഓക്കെ, അത് നിങ്ങൾ ഡാറ്റ ഹാൻഡ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് മെയിൻ സ്വിച്ച് ബോർഡിന്റെ റേറ്റിംഗ്. മെയിൻ
സ്വിച്ച് ബോർഡ് അതെങ്ങനെയാണ് അത് എടുക്കേണ്ടത്. പിന്നെ അത് ആംബിയർ റേറ്റിംഗ് കിട്ടി. വോൾട്ടേജ് നിങ്ങൾക്കറിയാം എത്ര, സിംഗിൾ ഫേസ് ആണ് 240 വോൾട്ട്, 16 ആംബിയർ. പിന്നെ ഏത് സിംഗിൾ ഫേസിലാണെങ്കിൽ ഡബിൾ പോൾ അയൺ ക്ലാഡ് DPIC സ്വിച്ച്. അതാണ് നിങ്ങളുടെ മെയിൻ സ്വിച്ച് ബോർഡിന്റെ ഇത് വരുന്നത്. പിന്നെ അടുത്തതാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരുന്നത്. സോ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എങ്ങനെയാണെന്ന് എടുക്കുക നിങ്ങൾ. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഇതിൽ എത്ര സബ് സർക്യൂട്ട് ഉണ്ടെന്ന് നോക്കുക. അപ്പൊ ഇതിൽ എത്ര ഇവിടെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇനി ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ് മെയിൻ ആയിട്ട് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ എത്ര സബ് സർക്യൂട്ട് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഈ സബ് സർക്യൂട്ട് എങ്ങനെ കാണുക, ലൈറ്റ് ലോഡ് എങ്ങനെ എത്രയുണ്ട്, പിന്നെ പവർ ലോഡ് അല്ലെ, ലൈറ്റ് ലോഡ് പിന്നെ പവർ ലോഡ്. ലൈറ്റ് ലോഡിന് നമ്മുടെ ഒരു സബ് സർക്യൂട്ടിന് എത്ര വേണം, 800 വാട്ട് വേണം. ഒരു ലൈറ്റ് ലോഡിന് 800 വാട്ട് വേണം. ഒരു പവർ ലോഡിന് മാക്സിമം എത്ര വാട്ടേജ് വേണം, 3000 വാട്ട് വേണം. വാട്ടേജിന്റെ കണക്കൂട്ടാണെങ്കിൽ ഒരു പവർ സബ് സർക്യൂട്ട് ആണെങ്കിൽ 800 വാട്ടും, ഒരു ലൈറ്റ് സബ് സർക്യൂട്ട് ആണെങ്കിൽ ഒരു പവർ സബ് സർക്യൂട്ട് ആണെങ്കിൽ 3000 വാട്ടും, ഒരു ലൈറ്റ് സബ് സർക്യൂട്ട് ആണെങ്കിൽ അത് 800 വാട്ടുമാണ്. ഓക്കെ. പിന്നെ അതിന്റെ പോയിന്റ്സ് എടുക്കുക. എത്ര പോയിന്റ്സ് ആണ് പവർ സർക്യൂട്ടിൽ കൊടുക്കാൻ പറ്റുക. പവർ സർക്യൂട്ടിന് നിങ്ങൾക്ക് മാക്സിമം 2 പോയിന്റ് മാത്രമേ ഒരു സബ് സർക്യൂട്ടിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ എത്ര സബ് സർക്യൂട്ട് ഉണ്ട് ഞാൻ പറയാം. ഒരു 2 പവർ പ്ലഗ് ഉണ്ട് ഇവിടെ. എത്ര പവർ സബ് സർക്യൂട്ട് ഉണ്ട് എനിക്ക് ഈസി ആയിട്ട് ഇവിടെ പറയാൻ പറ്റും. 2 പവർ പ്ലഗ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പവർ പ്ലഗ് ഉണ്ട്, 3 ആയി. പിന്നെ ഇവിടെ ഒന്ന് 4, പിന്നെ ഇവിടെ ഒന്ന് 5, പിന്നെ 5 അല്ലേ, 5 അത്രേ ഉള്ളൂ, 5 ഉള്ളൂ. അപ്പൊ 5 ആവുമ്പോൾ നിങ്ങൾക്ക് എത്ര പവർ സബ് സർക്യൂട്ട് ഉണ്ടാവും, നിങ്ങളൊന്ന് പറഞ്ഞ പ്ലീസ്. ആരെങ്കിലും ഒരാൾ പറയും. അഞ്ചാകുമ്പോൾ എത്ര ഉണ്ടാവും മുഹമ്മദ് നബീൽ? 2 പോയിന്റ് ഉണ്ടെങ്കിൽ ഒരു സബ് സർക്യൂട്ട് ആണ്. ഇപ്പൊ 2 + 1 3, 4, 5 ഉണ്ട്. 5 ആകുമ്പോ എത്രയായി? 5 അല്ലേ? 2 ഇതാ, 2 ഇവിടെ 1, 2 പിന്നെ 1 3 4 5 4. യെസ്, 4 സബ് സർക്യൂട്ട് ആണോ? ഇപ്പൊ 2 പവർ പ്ലഗിന് ഒരു സബ് സർക്യൂട്ട്, ബാക്കി 2 പവർ പ്ലഗിന് ഒരു സബ് സർക്യൂട്ട്, ബാക്കി 2 പവർ പ്ലഗിന് ഒരു സബ് സർക്യൂട്ട് മതിയല്ലോ. അപ്പൊ ഒരു സബ് സർക്യൂട്ട്, ഒരു പവർ സബ് സർക്യൂട്ടിന് 2 പവർ പ്ലഗ് കൊടുത്തു. അടുത്ത സബ് സർക്യൂട്ടിന്, പവർ സബ് സർക്യൂട്ടിന് ഞാൻ 2 പവർ പ്ലഗ് കൊടുത്തു. പിന്നെ അതിന്റെ അടുത്ത് സബ് സർക്യൂട്ടിന് എനിക്ക് എത്ര കൊടുക്കണ്ടു? 1 കൊടുത്താൽ പോരെ? മതി. അപ്പൊ എത്ര വേണം നിങ്ങൾക്ക്? എത്ര പവർ സബ് സർക്യൂട്ടായി? 3 അല്ലേ? ഓക്കെ ആണോ? ഇപ്പൊ നിങ്ങൾക്ക് ഇത് പിടികിട്ടുന്നുണ്ടോ? ഇതാ, ഇത് 2 പവർ പ്ലഗ് ആണ്. 2 പവർ പ്ലഗിന് ഇവിടെ ഒരു സബ് സർക്യൂട്ട് എടുക്കുക. പിന്നെ ഇതും പിന്നെ ഇതുമാണ്. പിന്നെ ഇതുമാണ്. സോ ഇതും പിന്നെ ഇതും ആവുമ്പം ഇതിന് ഒരു സബ് സർക്യൂട്ട് മതി. പിന്നെ ഇതിന് ഒരു സബ് സർക്യൂട്ട് മതി. അപ്പൊ എത്രയായി? 3 പോരെ? സംശയമുണ്ടോ നിങ്ങൾക്ക് ഇനിയും? ഹലോ 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 ഓക്കെ അല്ലേ? അതാ, ഒരു പവർ പ്ലഗിന് 2 പവർ പ്ലഗിന് ഒരു സബ് സർക്യൂട്ട് ആയിട്ട് എടുക്കുക. പിന്നെ 2 പവർ പ്ലഗ് ഉണ്ട്, അതിനൊരു സബ് സർക്യൂട്ട് ആയിട്ട് എടുക്കുക. പിന്നെ ഒരു പവർ പ്ലഗ് ഉണ്ട്, അതിന് വേറൊരു സബ് സർക്യൂട്ടിൽ കൊടുക്കുക. അപ്പൊ 3 പവർ സബ് സർക്യൂട്ടാണ് ഇവിടെ വേണ്ടത്. സോ അതേപോലെ ഇവിടെ ഇത് നോക്കിയേ, ഈ ലൈറ്റ് സബ് സർക്യൂട്ട് എത്ര വേണ്ടി വരുന്നു? ലൈറ്റ് സബ് സർക്യൂട്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണാൻ പറ്റില്ല. ലൈറ്റ് സബ് സർക്യൂട്ട് 2 രീതിയിൽ കാണാൻ പറ്റും. ലൈറ്റ് സബ് സർക്യൂട്ട് ഞാൻ എന്താന്ന് പറയുന്നത് വെച്ചാൽ, ലൈറ്റ് സബ് സർക്യൂട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. എന്നുവെച്ചാൽ ഇവിടെ ലാംപ്സും പ്ലഗ്സും ഒക്കെയാണ്. ലാംപ്സിന് 60 വാട്ട് വരും, പ്ലഗ്സിന് 100 വാട്ട് വരും.
അങ്ങനെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിക്കുക ഇത് കേട്ടോ. ഇത് നിങ്ങളൊരു അസൈൻമെന്റ് ആണ്. നിങ്ങളുടെ അസൈൻമെന്റ് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഡിസംബർ 2018 ഇതില് ലാംപ്സിന് 60 വാട്ടും പ്ലഗ്സിന് 100 വാട്ടും ഫാനിന് 100 വാട്ടും ഇതും കൊടുക്കുക. പവർ പ്ലഗിന് 1000 വാട്ടും കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് എത്ര ലൈറ്റ് സബ് സർക്യൂട്ട് ഉണ്ട്, എത്ര പവർ സബ് സർക്യൂട്ട് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വാട്സപ്പിൽ നിങ്ങൾ എഴുതിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. അത് ഇന്ന് ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ അയച്ചു തരുക കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്യാം. ഇതിൽ ലൈറ്റ് സബ് സർക്യൂട്ട് എത്രയുണ്ട്, പവർ സബ് സർക്യൂട്ട് എത്രയുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഒരു ലൈറ്റ് സബ് സർക്യൂട്ടിന് 800 വാട്ടും 10 പോയിന്റും ആണ്. പിന്നെ പവർ സബ് സർക്യൂട്ടിന് 3000 വാട്ടും പിന്നെ 2 പോയിന്റും ആണ്. അപ്പോൾ ഈ 3000 വാട്ടും ചില മാക്സിമം വാട്ടേജ് റേറ്റിംഗ് ആണ്. അപ്പോൾ 2 പോയിന്റ് ആണ് നമുക്ക് കൂടുതലായിട്ട് എന്തിന് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടേ, പവർ സബ് സർക്യൂട്ട് കൺസിഡർ ചെയ്യേണ്ടേ. പവർ സബ് സർക്യൂട്ടിന് എപ്പോഴും നിങ്ങൾ പോയിന്റ്സിന് വേണം നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ, വാട്ട്സിനല്ല. എന്നുവെച്ചാൽ പോയിന്റ്സ് ആണ് അതിൽ കുറവ് വാട്ട്സിനെ കാട്ടിയും. അപ്പം ഇവിടെ ഒരു വാട്ടിന് ഒരു പോയിന്റിന് അങ്ങനെ നോക്കുവാണെങ്കിൽ 3000/2 നോക്കുവാണെങ്കിൽ 1500 വെച്ച് വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോയിന്റ്സിൽ വേണം കൂടുതൽ പവർ സബ് സർക്യൂട്ടിന് കൺസിഡർ ചെയ്യാൻ. അത് എന്തുകൊണ്ടെന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പം ഒരു പവർ സബ് സർക്യൂട്ടിൽ നിങ്ങൾ ഒരു ഇൻഡക്ഷൻ കുക്കറൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തപ്പോൾ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഡൻ ആയിട്ട് അതിൽ ഇൻറഷ് കറണ്ട്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് മീൻസ് ഫാൾട്ട് കറണ്ട് ഒക്കെ വന്നു. ഫാൾട്ട് കറണ്ട് നോർമലി എത്ര ഉണ്ടാവും, 1.5 ടൈംസ് ദി റേറ്റഡ് കറണ്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ റേറ്റഡ് കറണ്ട്, ഒരു ഇൻഡക്ഷൻ കുക്കറിന്റെ റേറ്റഡ് കറണ്ട് ഒരു മീൻസ് ഒരു റേറ്റഡ് വാട്ടേജ് 1000 ആണ് കരുതുക. അപ്പൊ അതിന്റെ 1.5 ടൈംസ്, അതായത് 1500 വാട്ട് വരെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും, 1000/240 നമുക്ക് കിട്ടുമ്പോൾ എത്ര ഉണ്ടാവും, 1000/240 1000/240 1000/240 അപ്പൊ എത്ര ഉണ്ടാവും, നിങ്ങൾക്ക് 4.166 കിട്ടും. അപ്പൊ അതേപോലെ നിങ്ങൾ 1500/240 എടുക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവും, 6.25 കിട്ടും. സോ 4.16 ഇൻറ്റു 1.5 നോക്കുക 6.25, അതായത് 1.5 ടൈംസ് ദി റേറ്റഡ് കറണ്ട്. അങ്ങനെ അതായതുകൊണ്ടാണ് നമ്മൾ ഈ പവർ പ്ലഗിന് 2 പോയിന്റേ പറയുന്നുള്ളൂ. മാക്സിമം വാട്ടേജ് പറയുന്നത് 3000 വാട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഫാൾട്ട് കറണ്ട് ഈസ് 1.5 ടൈംസ് ദി റേറ്റഡ് കറണ്ട്. ഇത് നമ്മൾ എന്താ പറയും, ഡബിളിംഗ് എഫക്ട് എന്ന് പറയും. നിങ്ങൾ ട്രാൻസിയൻസിൽ പഠിച്ചിട്ടുണ്ടാവും ഡബിളിംഗ് എഫക്ട്. ഈ ഡബിളിംഗ് എഫക്ട് കൊണ്ടാണ് ഈ 6.25 ആംപിയർ വരെ നമ്മൾ എന്ത് ചെയ്യണം, റീറ്റെയിൻ ചെയ്യുന്ന പോലെ അതിന്റെ കണ്ടക്ടറിന്റെ സൈസ് സെലക്ട് ചെയ്യണം. ഓക്കെ. ഓക്കെ ഫൈൻ. അനു റിക്വസ്റ്റ് ചെയ്യുന്നില്ലല്ലോ, റിക്വസ്റ്റ് ആവുന്നില്ല. ഒരിക്കൽ കൂടെ ഒന്ന് റിക്വസ്റ്റ് അയക്കാൻ പറയൂ. അനുവിനോട് ഒരിക്കൽ കൂടെ റിക്വസ്റ്റ്. ഓക്കെ ഐ അഡ്മിറ്റ്. ഓക്കെ ഫൈൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്നാ തോന്നുന്നു. അപ്പം അതുകൊണ്ട് 2 രീതിയിലുണ്ട്. ഒന്ന്, ഇനി നമ്മൾ ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. പിന്നെ ഇത് നിങ്ങളൊന്ന് അസൈൻമെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ട് കാണിച്ചു തരണം. 2 ലാമ്പ് ഉണ്ട് ഇവിടെ. പിന്നെ ഇനി അടുത്തത് വേണ്ടത് എന്താ വെച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വെച്ചാൽ 2 തരത്തിൽ. ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ 2 എണ്ണം ഉണ്ടാവും, സബ് സർക്യൂട്ട് ഉണ്ടാവും. ഒന്ന് ലൈറ്റ് സബ് സർക്യൂട്ട് ഉണ്ടാവും, പിന്നെ പവർ സബ് സർക്യൂട്ട് ഉണ്ടാവും. അത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നുള്ള കാര്യം നോക്കാം ഇപ്പം. ഓക്കെ, സോ ഇവിടെ നോക്കാം, ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ്. നോർമലി ഇത് റൂം 1, ഓരോ റൂമിലേക്കും പോകുന്ന ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ കാണുന്നത്. നമ്മൾ നോർമലി നമ്മുടെ വീട്ടിലെ വയറിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ സർക്യൂട്ട് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും മെയിൻ സർക്യൂട്ടിൽ. സോ ഇവിടെ നോക്കുക. സോ ഇവിടെ ഈ മീറ്റർ ബോർഡ് ഉണ്ടാവും. പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ പാനൽ ബോർഡ്. ഈ പാനൽ ബോർഡ് യൂഷ്വലി വീടിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക, ഇവിടെ പുറത്തല്ല. ഇത് നിങ്ങളുടെ ഇലക്ട്രിക്കൽ സർവീസ് ഇതാണ് നമ്മുടെ സർവീസ്
ലൈൻ എന്ന് പറയുന്നത്, സർവീസ് ലൈൻ. സോ ഈ സർവീസ് ലൈനാണ് ഇവിടെ വരുന്നത്. അപ്പം ഇനി അതേപോലെ റിസെപ്റ്റക്കിൾസ് പറഞ്ഞാൽ നിങ്ങളുടെ സോക്കറ്റ്സ് നിങ്ങൾ കുത്തി വെക്കുന്നില്ലേ ചാർജ് ചെയ്യാൻ, അതിനെ നമ്മൾ റിസെപ്റ്റക്കിൾസ് എന്ന് പറയാം. പിന്നെ ഇത് സ്വിച്ചസ്, പിന്നെ ഇത് ഇലക്ട്രോണിക് സെക്യൂരിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ CCTV പോലത്തെ. സോ ഇതൊക്കെ ഈ CCTV, ഇലക്ട്രോണിക് സെക്യൂരിറ്റി ഒക്കെ എന്താണ് മൈനർ സർവീസസ് ആണ് കേട്ടോ. ഇതൊക്കെ മൈനർ സർവീസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാൻ മതി. ഇനി നമ്മൾ ഇങ്ങനെ ഒരു വീടിന്റെ ഒരു പ്ലാൻ എടുക്കുക. പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീടിന് പ്ലാൻ ആക്കുക. ഈ ഒരു വീടിന് എത്ര ലൈറ്റ് പോയിന്റ് ഉണ്ട്? 2 ലൈറ്റ് പോയിന്റ് ഉണ്ട് അല്ലെ, ഒരു ഫാൻ പോയിന്റ് ഉണ്ട്, പിന്നെ ഒരു. സോ ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ, അതായത് ഈ രീതിയിൽ കാണിക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയാ? സോ ഈ സിഗ്നൽ എന്തിന്റെയാണ്? 15 ആംപിയർ സോക്കറ്റിന്റെ സിഗ്നൽ ആണ്. ഇത് സൈൻ ആണ്. അത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻഫോം ചെയ്തിരുന്നു. 15 ആംപിയർ ഈ ഒരു പവറിന്റെ ഈ ഒരു 15 ആംപിയറിന്റെ സൈന് ഈ രീതിയിലും കൊടുക്കാം, ഈ രീതിയിലും കൊടുക്കാൻ പറ്റും, ഈ രീതിയിലും കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇങ്ങനെയും കാണിക്കാം. സോ ഇത് ഇങ്ങനെയും കാണിക്കാം. സോ 2 രീതിയിൽ ഇത് കാണിക്കാൻ പറ്റും. സോ ഇത് 15 ആംപിയറിന്റെ ആണ് ഇത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ എത്ര ഇത് സർക്യൂട്ടിന്റെ ലൈറ്റ് ഉണ്ട്? 2 ലൈറ്റ് പോയിന്റ്, ഒരു ഫാൻ പോയിന്റ്, ഒരു 15 ആംപിയർ പോയിന്റ് ഉണ്ട്. സോ ഇനി ഇതിന്റെ ഒരു സബ് സർക്യൂട്ട് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ലോഡിങ് സബ് സർക്യൂട്ട്. 2 ലൈറ്റ്, ഒരു ഫാന്, പിന്നെ ഒരു ഗീസർ പോയിന്റ് ഓർ പവർ പോയിന്റ് അതുണ്ട്. സോ ഇനി ഇതിന്റെ ഈ ഒരു കേബിൾ, അതായത് ഇവിടെ നമ്മൾ കാണുന്നില്ലേ, ഇവിടെ നമ്മൾ കാണുന്നില്ലേ, ഇത് ഇൻകമിങ് കേബിൾ ആണ്, ഇത് എനർജി മീറ്റർ ആണ്, ഇതാ നിങ്ങളെ മെയിൻ സ്വിച്ച്, ഇത് നിങ്ങളുടെ ഫ്യൂസ് ആണ്. ഈ ഫ്യൂസ് പറഞ്ഞാൽ നിങ്ങളെ MCB ആണ്. നിങ്ങളെ MCB ഇല്ലേ, ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ കണക്ട് ചെയ്യുന്ന ആ MCB ആണ് ഇത്. ഇത് നിങ്ങളുടെ മെയിൻ സ്വിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെയിൻ സ്വിച്ച് എത്ര റേറ്റിംഗ് ഉണ്ടാവണം. മെയിൻ സ്വിച്ച് റേറ്റിംഗ് എത്ര ഉണ്ടാവണം? ഇതിന്റെ ഈ മെയിൻ സ്വിച്ചിന്റെ റേറ്റിംഗ് എങ്ങനെ ഉണ്ടാവണം? ഈ എല്ലാ സബ് സർക്യൂട്ട് 1ഉം സബ് സർക്യൂട്ട് 2ന്റെയും കറണ്ട് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ വോൾട്ടേജുമായിട്ട് ഡിവൈഡ് ചെയ്യണം. ആ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5000 വാട്ടിനെക്കാട്ടും കൂടുതൽ കിട്ടുവാണെങ്കിൽ നിങ്ങളത് 3 ഫേസ് ആക്കി എടുക്കണം. 5000 വാട്ടിനെക്കാട്ടും കുറവ് കിട്ടുവാണെങ്കിൽ നിങ്ങളത് സിംഗിൾ ഫേസ് ആക്കി എടുക്കണം. ഓക്കെ, അങ്ങനെ 5000 വാട്ടിനെക്കാട്ടും കുറഞ്ഞ് കിട്ടി, നിങ്ങൾക്ക് സിംഗിൾ ഫേസ് ആക്കി എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? ഒരു 14 ആംപിയർ കിട്ടിയെന്ന് കരുതിക്കോ, 14 ആംപിയർ. ആ 16 ആംപിയർ ആയിരിക്കണം ഈ മെയിൻ സ്വിച്ചിന്റെ കറണ്ട് റേറ്റിംഗ്. അതായത് 6, 12, 16, 32, അങ്ങനെ 62 ആ റേഞ്ചിൽ അത് പോവുക. അത് നിങ്ങളെ ഇത് നോക്കിയാൽ മതി, ഡാറ്റ ഹാൻഡ് ബുക്ക് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതിൽ വലിയ കൺഫ്യൂഷൻ ആവണോ ബൈ ഹാർട്ട് ആക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് ഇത് നോക്കുക. ഇത് നിങ്ങൾക്ക് പ്ലാൻ വരക്കണം. സോ ഈ ഒരു പ്ലാൻ എന്തിനാ വേണ്ടത്? ഈ ഒരു പ്ലാൻ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ മെയിൻ സ്വിച്ച് എവിടെ ലൊക്കേറ്റ് ചെയ്യും? മെയിൻ സ്വിച്ച് ഇവിടെ എവിടെയെങ്കിലും ലൊക്കേറ്റ് ചെയ്യാം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് അതിൻ്റെ അടുത്ത് ലൊക്കേറ്റ് ചെയ്യണം. പിന്നെ സ്വിച്ച് ബോർഡ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യണം. സോ ഇതേ രീതിയിൽ ഒരു ലൊക്കേഷനാണ് നിങ്ങളുടെ ആ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് കാണിക്കാനുള്ളത്. നിങ്ങൾക്ക് നേരത്തെ ഒരു പ്രോബ്ലം തന്നില്ല ഞാൻ, ആ പ്രോബ്ലത്തിൽ നിങ്ങൾ ഇതേ രീതിയിൽ ഒരു ലൊക്കേഷൻ നിങ്ങൾ കാണിക്കണം. അതായത് മെയിൻ സ്വിച്ചും ഡിസ്ട്രിബ്യൂഷൻ ബോർഡും അടുത്തടുത്ത് തന്നെ ആയിരിക്കണം. മെയിൻ സ്വിച്ച് എവിടെ ഉണ്ടോ അതിൻ്റെ ഒരു 50 സെന്റിമീറ്റർ ഓർ 1 മീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് പ്ലേസ് ചെയ്യണം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് മെയിൻ സ്വിച്ചുമായിട്ട് അധികം ദൂരെ പാടില്ല. കാരണം വെച്ചാൽ അതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടുതലായിട്ട് വരും. കാരണം വെച്ചാൽ മെയിൻ സ്വിച്ചിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് പോകുന്ന ആ ഒരു കേബിൾ ഉണ്ടല്ലോ, ആ കേബിള് അത് ഭയങ്കര ഹൈ കറണ്ട് റേറ്റിംഗിന്റെ കേബിൾ ആയിരിക്കും. എന്നുവെച്ചാൽ മെയിൻ സ്വിച്ചിലേക്കുള്ള പോകുന്ന കേബിള് അത്രയും കറണ്ട് ഏതിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടാവും? ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടാവും. ആ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ത് ചെയ്തു? അത് ഡിഫറെന്റ് സബ് സർക്യൂട്ടിനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ അത്രയും കറണ്ട് റേറ്റിംഗ് മെയിൻ സ്വിച്ചിൽ നിന്നും ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് പോകുന്നുണ്ടാവും. അപ്പം ആദ്യം ആ ഒരു 16 ആംപിയർ
കറണ്ട് ആണെങ്കിൽ 16 ആംപിയർ കറണ്ട് മെയിൻ സ്വിച്ചിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് പോകും. നിങ്ങൾ ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടും അല്ലേ? ഒരു കണ്ടക്ടറിന്റെ ആർ ഇസ് ഇക്വൽ ടു റോ എൽ ബൈ എ എന്ന് കൂട്ടുക. ആർ ഇസ് ഇക്വൽ ടു റോ എൽ ബൈ എ. ആർ ഇസ് ദ റെസിസ്റ്റൻസ്, റോ ഇസ് ദ റെസിസ്റ്റിവിറ്റി, എൽ ഇസ് ദ ലെങ്ത് ബൈ എ. എ ഇസ് ദ സെക്ഷൻ ഏരിയ, ക്രോസ് സെക്ഷൻ ഏരിയ. നിങ്ങൾ ലെങ്ത് കൂട്ടിയാൽ എന്താ സംഭവിക്കുക? റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് ചെയ്തു? ഇതില് ഒരു നോർമൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലെ വോൾട്ടേജ് ഡ്രോപ്പ് യൂഷ്വലി കൂടി. അതായത് വി ഇസ് ഇക്വൽ ടു ഐ ഇൻ ടു ആർ. ഒരു കറണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് അതിനനുസരിച്ച് കൂടും. സോ അതുകൊണ്ടാണ് മെയിൻ സ്വിച്ചിന്റെ അടുത്ത് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വെക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് മനസ്സിലാക്കാനുള്ളത്. മെയിൻ സ്വിച്ചിന്റെ അടുത്ത് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വേണം. സോ അതാണ് ഇവിടെ കാണുന്നത്. അത് സോ പിന്നെ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ വേണ്ടുന്നത് ഇത് ഒരു എനർജി മീറ്റർ ആണ്. ഇത് ഒരു എനർജി മീറ്റർ ആണ്. ഒരു എനർജി മീറ്ററിന്റെ ഫേസും ന്യൂട്രലും ഇവിടുന്നേക്ക് വന്നു. ഇത് സർവീസ് ലൈൻ. പിന്നെ ഈ സർവീസ് മെയിൻസിന്ന് ഡയറക്റ്റ് ആയിട്ട് എനർജി മീറ്ററിലേക്ക് വന്നു. പിന്നെ ഈ എനർജി മീറ്ററിന് ഡയറക്റ്റ് ആയിട്ട് ഒരു ന്യൂട്രലും വന്നു, ഫേസ് വന്നു. അത് ഏതിലേക്ക് വന്നു? ഡബിൾ പോൾ MCB എന്ന് വന്നു. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു കണക്ഷൻ MCBയിൽ RCD കണക്ഷൻ കൊടുത്തിട്ടില്ല. ചില സ്ഥലത്ത് RCD കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ RCD പറഞ്ഞ ഒരു സർക്യൂട്ട് ബ്രേക്കർ കൊടുത്തിട്ടുണ്ടാവും. RCD പറഞ്ഞാൽ അത് RCCB ആണ്. RCCBയും RCDയും രണ്ടും സെയിം ആണ്. നിങ്ങൾ ചില സ്ഥലത്ത് RCD കൊടുക്കുന്നു. ഇവിടെ നോക്കുക, ഇവിടെ DBന്റെ അടുത്ത് ഒരു RCD എന്ന് കൊടുത്തിട്ടുണ്ടാവും. RCD പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയാണ്ട് നിങ്ങളെ കണ്ടക്ടർ, അതായത് നിങ്ങൾ ഇസ്തിരിപ്പെട്ടിയല്ല, നിങ്ങൾ അറിയാണ്ട് നിങ്ങളൊരു ലൈവ് വയർ തൊട്ട് കഴിഞ്ഞാൽ ആ ഒരു ഷോക്ക്, ചെറിയൊരു ഷോക്കിൽ അത് നിൽക്കും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഈ RCD ട്രിപ്പ് ആവും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ RCD നിങ്ങൾ വെച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അതൊരു ഷോക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവില്ല. നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു ഷോക്ക് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ RCD ഇൻസ്റ്റാൾ ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു RCCB ഇൻസ്റ്റാൾ ചെയ്യണം. RCCB അവിടെ വെക്കണം. ഓക്കെ, സോ അത് വെച്ചിട്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, എന്തെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. സോ പിന്നെ ഇവിടെ നോക്കാം. ഇവിടെ ഒരു 20 ആംപിയറിന്റെ ഇവിടെ ഒരു MCBs കാണാൻ പറ്റും നിങ്ങൾക്ക് അല്ലെ? ഇവിടെ നിങ്ങൾക്ക് MCBs കാണാൻ പറ്റുന്നില്ലേ? 20 ആംപിയറിന്റെ MCB കാണാം. സോ ഈ 20 ആംപിയറിന്റെ MCBയും പിന്നെ ഒരു 10 ആംപിയറിന്റെ MCBയും കാണാം. സോ ഈ 10 ആംപിയറിന്റെ MCB എത്ര എത്ര ലൈറ്റ് സബ് സർക്യൂട്ട് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് ഈ 10 ആംപിയറിന്റെ MCB വരുന്നത്. എത്ര പവർ സബ് സർക്യൂട്ട് ഉണ്ടോ അതിനനുസരിച്ചിട്ടാണ് 20 ആംപിയറിന്റെ MCB വരുന്നത്. നേരത്തെ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ അതിൽ നമുക്ക് എത്ര ഇതിന് വേണ്ടി വന്നു? നമുക്ക് അതിൽ എത്ര? 3 എണ്ണല്ലേ? 1, 2, 3 ആണ് വേണ്ടി വന്നത്. പിന്നെ അതിന്റെ ലൈറ്റ് സബ് സർക്യൂട്ട് 1, 2, 3, 4 ആണെന്ന് കരുതുക. അതിന്റെ പുറമെ ഒരു 20 ആംപിയർ നമുക്ക് എന്ത് ചെയ്യാം? സ്പെയർ ആയിട്ട് വെക്കണം. കാര്യം എന്താ വെച്ചാൽ ഇത് നോക്കുക, 1, 2, 3, 10 ആംപിയർ എത്രയുണ്ട്? 4 ഉണ്ട്. 20 ആംപിയർ എത്രയായി? 3 ഉണ്ട്. അപ്പൊ എത്രയായത്? ഈവൻ നമ്പർ, അത് ഓഡ് നമ്പർ ആയില്ലേ? ഓഡ് നമ്പർ ആയി. ഓഡ് നമ്പർ ആയതുകൊണ്ട് അതിന് ഈവൻ നമ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെയറും കൂടെ നമ്മൾ അവിടെ വെക്കും. അപ്പൊ എപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സിന്റെ വേ നമുക്ക് പറയുമ്പോൾ അതിനെ വേസ് പറയുമ്പോൾ നമുക്കത് ഈവൻ നമ്പറിൽ വേണം പറയാം. 2 വേ, 4 വേ, 6 വേ, 8 വേ എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ നിങ്ങൾക്ക് എത്ര വേസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്? 10 ആംപിയറിന്റെ 4ഉം 20 ആംപിയറിന്റെ 4ഉം. അപ്പൊ എത്രയായി? 8 വേ ആയില്ലേ? സോ ദിസ് ഈസ് 8 വേ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. പിന്നെ ഇവിടെ വിത്ത് 63 ആംപിയർ ഡബിൾ പോൾ MCB. സോ ഇത് സിംഗിൾ ഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പോൾ MCB മതി. 3 ഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ പോൾ MCCB വേണം. ട്രിപ്പിൾ പോൾ MCCB is for 3 phase. Double pole MCB is for single phase. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂട്രൽ ലിങ്ക് പറഞ്ഞിട്ട്. സോ ഇനി ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ നോക്കാൻ മതി. ഏറ്റവും നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിസൈഡ് ദി നമ്പർ ഓഫ് സബ് സർക്യൂട്ട്, എത്ര സബ് സർക്യൂട്ട് ഉണ്ടെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യാം. പിന്നെ ഡിസൈഡ് ദി സൈസ് ഓഫ് ദി വയർ.
ഡിസൈഡ് ദി സൈസ് ഓഫ് ദി വയർ. ഓരോ വയറിന്റെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കുക? സോ വയറിന്റെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കുക? വോൾട്ടേജ് ബൈ സോറി വാട്ട് ബൈ വോൾട്ടേജ്. വാട്ട് ബൈ വോൾട്ടേജ്, എത്ര വാട്ട് ഉണ്ട്, അതായത് ഒരു സബ് സർക്യൂട്ടിന് എത്ര വാട്ട് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുക. അതായത് ഒരു ലൈറ്റ് സബ് സർക്യൂട്ടിൽ എത്ര വാട്ടേജ് ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ച ശേഷം പിന്നെ അതിനെ വോൾട്ടേജുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു 3 ആംപിയർ ആണ് കിട്ടുന്നുണ്ടെങ്കിൽ 3ന്റെ അടുത്തുള്ളത് 5 ആംപിയർ ആണ്. 5 ആംപിയറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടക്ടർ സൈസ് കണ്ടുപിടിക്കുക. അപ്പോൾ 5 ആംപിയർ കറസ്പോണ്ടിങ് കണ്ടക്ടർ സൈസ് നിങ്ങൾ ഒരു അലുമിനിയം ആണ് ഉദ്ദേശിക്കുന്നത് 1.4 സ്ക്വയർ അലുമിനിയം കണ്ടക്ടർ എന്ന് വരും. ഇല്ല നിങ്ങൾ കോപ്പർ ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 1 സ്ക്വയർ കോപ്പർ കണ്ടക്ടർ, അത് ധാരാളമാവും. പിന്നെ അതേപോലെ ഇറ്റ് ഈസ് സെയിം തിങ് ഫോർ പവർ സബ് സർക്യൂട്ട്. സോ പവർ സബ് സർക്യൂട്ടിന് എങ്ങനെ വരുക? സോ പവർ സബ് സർക്യൂട്ടിന് നിങ്ങളെ ഒരു പവർ സബ് സർക്യൂട്ട് എത്ര പവർ സബ് സർക്യൂട്ട് ഇപ്പം നേരത്തെ കണക്കൂട്ടിയ പോലെ നമുക്ക് 5 പോയിന്റ് കിട്ടി അല്ലേ? 5 പോയിന്റ്. അപ്പൊ 5 ഇൻറ്റു 1000 5000 ബൈ 5000 ബൈ എത്ര ഉണ്ടാവും? 240 വോൾട്ട് അല്ലെ? 5000 ബൈ 240 വോൾട്ട്. അപ്പൊ അത്രയും നമുക്ക് കണക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? അതിന്റെ കറണ്ട് റേറ്റിംഗ് കിട്ടി. സോ ആ ഒരു കറണ്ട് റേറ്റിംഗിന് ഇനി എത്ര ആണ് വരുന്നത്, ആ കറണ്ട് റേറ്റിംഗ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടക്ടർ സൈസ് അത് നിങ്ങൾ ഡാറ്റ ഹാൻഡ് ബുക്ക് നോക്കുക. ആ ഡാറ്റ ഹാൻഡ് ബുക്ക് നോക്കിയിട്ട് അത് നിങ്ങൾ അവിടെ അത് എഴുതണം. സോ അത്രയും സൈസില്ല കറണ്ട് റേറ്റിംഗ്സ് വേണം ആ ഒരു കണ്ടക്ടേഴ്സിൽ ആ ഒരു വയർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. സോ കാൽക്കുലേഷൻ ഓഫ് ലെങ്ത് ഓഫ് വയർ റിക്വയർഡ്. ഇനിയാണ് അടുത്ത് വരുന്ന കാൽക്കുലേഷൻ ഓഫ് ലെങ്ത് ഓഫ് വയർ. സോ എത്ര ലെങ്ത് ഓഫ് വയർ ആണ് വേണ്ടത്? സോ ഇത് ഞാനൊരു ചെറിയൊരു ഡെമോ കാണിച്ചു തരാം നിങ്ങൾക്ക്. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരും വായിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളതൊരു ഞാൻ കാണിച്ചു തരാം. ഇതാണ് 5 സോ ഇത് പറയാം, ഒരു മിനിറ്റ്. സോ ഇങ്ങനെയാണ് എന്താ പറയുക ഈ MCBന്റെ കറണ്ട് റേറ്റിംഗ് സെലക്ട് ചെയ്യുന്നത്. 10 16 അത് 5ന്റെ ആണെങ്കിൽ. സോ നെക്സ്റ്റ് ഒരു മിനിറ്റ് ഉണ്ടാവണമെന്നല്ലോ. ഒരു മിനിറ്റ് ഞാൻ ഇത് നോക്കട്ടെ. ആക്ച്വലി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇത് കാണുന്നില്ല.
ഇതിലിവിടെ ഒന്നും കാണുന്നില്ല. ഞാനൊരു 2 മിനിറ്റ് സമയം തരുക. ഞാനിപ്പം പറയാം. നിങ്ങൾക്ക് അവിടം വരെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇതിൻ്റെ ഒരു ടോട്ടൽ പവർ, ടോട്ടൽ ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇത് ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ ലോഡ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ലാംപ്സ് നോട്ട് ചെയ്യുക. ഒരു ലാംപ്സ് 60 വാട്ട് ആയിട്ട് എടുക്കുക. പവർ പ്ലഗ് പ്ലഗ് 100 വാട്ട് ആയിട്ട് എടുക്കുക. പവർ പ്ലഗ് 1000 വാട്ട് ആയിട്ട് എടുക്കുക. ഫാന് 100 വാട്ട് ആയിട്ട് 100 വാട്ട് കൺസിഡർ ചെയ്യുക. സോ ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ഇതിൻ്റെ ടോട്ടൽ ലോഡ്, ലൈറ്റ് ലോഡ് എത്ര ടോട്ടൽ വരും, പവർ ലോഡ് എത്ര വരും കണ്ടുപിടിക്കുക. ഓക്കെ, ഞാനൊരു 2 മിനിറ്റ് ഞാൻ ആ സ്ലൈഡ് കാണിച്ചു തരാം. നിങ്ങളെല്ലാവരും അത് കണ്ടുപിടിച്ചോ?
എന്നാൽ അതിൻ്റെ ആൻസർ നിങ്ങൾ പറയാം. എത്ര ലൈറ്റ് സബ് സർക്യൂട്ട് ഉണ്ട്, എത്ര പവർ സബ് സർക്യൂട്ട് ഉണ്ട്? സർ 3 ആണോ? 3 ലൈറ്റ് സബ് സർക്യൂട്ടും 3 പവർ സബ് സർക്യൂട്ടും. അത്രേ ഉള്ളൂ. സോ ലൈറ്റ് സബ് സർക്യൂട്ടിന്റെ വാട്ടേജ് എത്ര കിട്ടി? 2000 വാട്ട് വരുന്നു ടോട്ടല്. 2000 വാട്ട്. അതിന്റെ യൂണിറ്റ്സോ? എങ്ങനെ? എത്ര പോയിന്റ്സ് ഉണ്ട് ലൈറ്റ് സബ് സർക്യൂട്ടില്? പോയിന്റ് എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് പോയിന്റ് എന്ന് വെച്ചാൽ ഇതാണ്. ഇപ്പോൾ 2 പ്ലഗ് അല്ലേ, 3 ലാമ്പ്, അപ്പൊ 5 പോയിന്റ്. ഓൾമോസ്റ്റ് 15 പോയിന്റ് വരുന്നു തോന്നുന്നു. 15 പോയിന്റ് അല്ലേ? അപ്പം 10 പോയിന്റിന് ഒരു സബ് സർക്യൂട്ട് അല്ലേ? അല്ല, അപ്പൊ നമ്മൾ വാട്ട് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അപ്പൊ 800 അതെ അതെ അതാ പറയുന്നത്. 2000 വാട്ട് അല്ലേ? ഇപ്പൊ എത്ര കിട്ടി? 2000 അല്ലേ കിട്ടുന്നത്? 2000 വാട്ട്സ്. അപ്പൊ 2000 പറയുമ്പോൾ 800 വാട്ട്സ്. അപ്പൊ 10 പോയിന്റ് ഇല്ലെങ്കിൽ 800 വാട്ട് മാക്സിമം അല്ലേ? അപ്പൊ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഏതാണ് നമ്മൾ ആദ്യം നോക്കണ്ടേ? അപ്പം 800 വാട്ട്സ് നമുക്ക് കിട്ടിയത് മാക്സിമം. അപ്പൊ 800 വാട്ട്സ് കിട്ടുമ്പോൾ നമുക്ക് 800 + 800 1600. പിന്നെ എന്താ, ഒരു 2 സബ് സർക്യൂട്ട് ആയിട്ടില്ലേ? പിന്നെ ഒരു 400 കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 3 സബ് സർക്യൂട്ട് തന്നെ ഇവിടെ എടുക്കേണ്ടത്. ഓക്കെ. സോ ഇവിടെ പോയിന്റ്സ് എത്രയുണ്ട്? 15 പോയിന്റ്സ് അല്ലേ ഉള്ളൂ. 15 പോയിന്റ്സ് ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരു സബ് സർക്യൂട്ട് 10 പോയിന്റ് ആവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ലോഡിങ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്താവും? ഒരു സബ് സർക്യൂട്ടിന്റെ ഓവർലോഡഡ് ആയി പോകും. അതായത് ഒരു സബ് സർക്യൂട്ട് എത്ര, ഒരു 1200 ലോഡാവും, മറ്റേ സബ് സർക്യൂട്ട് 800 ലോഡാവും, 800 വാട്ട് ലോഡാവും. ഇങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? 800 വാട്ട് മാക്സിമം ഒരു സബ് സർക്യൂട്ട് കൊടുക്കും, മറ്റൊരു വാട്ടിന് അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ലോഡ് ഈക്വൽ ആകണം, ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ ലോഡ് ചെയ്യണം. അതായത് ഒന്നിന് കൂടുതൽ ലോഡ് കൊടുക്കാൻ പാടില്ല, മറ്റൊന്നിന് കുറച്ച് ലോഡ് കൊടുക്കാനും പാടില്ല. അപ്പൊ ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് ലോഡ് കൊടുക്കണം. സോ ബാലൻസിങ് ലോഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് 3 ഫേസിലാണ്. 3 ഫേസ് ഇതിലെ സർക്യൂട്ട്സിൽ ബാലൻസിങ് കൂടുതലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. സിംഗിൾ ഫേസിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം 3 പവർ സബ് സർക്യൂട്ടും 3 എന്താ ലൈറ്റ് സബ് സർക്യൂട്ടാണ് ഇത് വരുന്നത്. ഓക്കെ. സോ ഇനി സാർ, അപ്പം ഇതിലെ ടോട്ടൽ പവർ 7000 വരുന്നത്. അപ്പം സിംഗിൾ ഫേസ് മാറൂലേ? ടോട്ടൽ പവർ എത്ര വരുന്നത്? 7000 ഉണ്ടാ? ടോട്ടൽ പവർ 7000 വരുമ്പോൾ സിംഗിൾ ഫേസ് മാറി, ഇത് 3 ഫേസ് ആയി. അപ്പോൾ ഇത് 3 ഫേസ് ആവുമ്പോൾ അത് ടോട്ടൽ പവർ, അതാ പറഞ്ഞത്, ടോട്ടൽ പവർ 5000 വാട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ആവണ്ടേ? ടോട്ടൽ 5000 വാട്ടിനെക്കാട്ടിയും കുറവ് വരുന്നുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് എടുക്കുക. 5000 വാട്ടിനെക്കാട്ടും കൂടിയില്ലേ ഇത്? 5000 വാട്ടിനെക്കാട്ടും കൂടുമ്പോൾ ഇത് 3 ഫേസ് ആയിട്ട് എടുക്കണം. അതിൽ 415 വോൾട്ട് നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യണം. ഇത് 415 വോൾട്ട് എവിടെ വരുന്നത് വെച്ചാൽ കറണ്ട് റേറ്റിംഗ് കാണുമ്പോഴാണ് ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? ഇത് കറണ്ട് റേറ്റിംഗ് കാണുമ്പോൾ നമുക്ക് 415 വോൾട്ട് നമുക്ക് വേണം. അത് കറണ്ട് റേറ്റിംഗ്. പിന്നെ ഇതിന്റെ കേബിളിന്റെ സൈസ് കാണുമ്പോൾ, കേബിളിന്റെ സൈസ് അതിന്റെ കറണ്ട് റേറ്റിംഗ് അനുസരിച്ചിട്ടാണല്ലോ നമുക്ക് കാണണ്ടേ. സോ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്ന ഒരു PPT ആണ്, പ്രശാന്ത് പറഞ്ഞിട്ട്. സോ ഇതില് അദ്ദേഹം ഒരു പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. നോക്കാം. ഒരു ഹൗസ് വയറിംഗ്, design and draw an electrical schematic single line diagram of a house wiring connected with a single phase KCB supply by providing single phase LT meter. So light load, incandescent lamp 5 എണ്ണം 440 volt 40 volt, fluorescent lamp 5 എണ്ണം 40 watt,
CFL lamp 5 numbers 20 watt, ceiling fans 4 numbers 60 watt, exhaust fan 2 numbers 60 watt, 6 ampere plug 4 numbers and under 100 watt. പിന്നെ അടുത്തതാണ് പവർ ലോഡ്. സോ പവർ ലോഡ് 16 ആംപിയർ 2 എണ്ണം 1000 വാട്ട്. വാട്ടർ പമ്പ് 1 നമ്പർ 0.5 HP 373 വാട്ട്. വാട്ടർ ഹീറ്റർ 1 നമ്പർ 1000 വാട്ട്. ഇത്രയായി. സോ ഇതാണ് നമ്മൾ ഇനി നമ്മൾ കണക്റ്റഡ് ലോഡ് കാൽക്കുലേഷൻ. ലോഡ് സോ ഇന്ന് അതാ പറഞ്ഞില്ല, ലൈറ്റ് ലോഡ് കാൽക്കുലേഷനും പിന്നെ പവർ ലോഡ് കാൽക്കുലേഷൻ രണ്ടും രണ്ടായിട്ടാണ്. സോ ഇനി നമ്മൾ എന്ത് ചെയ്യും, ഓരോ ലോഡിന്റെയും ഇക്വിപ്മെന്റ്, വാട്ടേജ്, നമ്പർ, ടോട്ടൽ പവർ. സോ ഈ രീതിയിൽ നിങ്ങൾ ഒരു ടേബിൾ ഉണ്ടാക്കണം. ഈ രീതിയിൽ നിങ്ങൾ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട്, സോ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇല്ല 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 അല്ലേ, കാണുന്നില്ല അല്ലേ? നിങ്ങൾക്കിത് കാണുന്നില്ല അല്ലേ? സോ ഓക്കെ, സോറി. സോ കാണുന്നത് ഞാൻ ഇപ്പം ശരിയായി. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചത്. സോറി, ഇപ്പം ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ സ്റ്റോപ്പ് സ്ക്രീൻ ആക്കി പോയി. ഇപ്പം കാണാൻ പറ്റും. സോ ഇതാ, ഇത് ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്കിത് നിങ്ങൾ കാണുന്നില്ലേ? സോ ഇത് ഈ ഒരു ലോഡ് നിങ്ങളൊന്നും ഈ ഒരു ഡയഗ്രം, ഈ ഒരു ഇതൊന്ന് നിങ്ങളൊന്ന് എഴുതിയെടുക്കൂ പ്ലീസ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് എഴുതിയെടുത്തോളൂ. നിങ്ങൾ ഹൗസ് വയറിങ്ങിന്റെ ഒരു സർക്യൂട്ടാണ്. എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചെന്ന ഒരു ഇതാണ്, ഒരു സ്ലൈഡാണ്. ഡിസൈൻ ആൻഡ് ഡ്രോ ഇലക്ട്രിക്കൽ സ്കീമാറ്റിക് ഓഫ് എൻ സിംഗിൾ ലൈൻ ഡയഗ്രാം ഓഫ് എൻ ഹൗസ് വയറിംഗ് കണക്റ്റഡ് വിത്ത് സിംഗിൾ ഫേസ് KCB സപ്ലൈ ബൈ പ്രൊവൈഡിങ് സിംഗിൾ ഫേസ് LT മീറ്റർ. സോ ഇനി ഇതിലെ ലൈറ്റ് ലോഡ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വെച്ചാലും മതി. നിങ്ങൾ ഇതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇല്ലെങ്കിൽ ഞാൻ ഇത് നിങ്ങൾ വാട്സാപ്പിൽ അയച്ചുതരാം. പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റുന്നത് പെട്ടെന്ന് എഴുതിയെടുത്തോളൂ. ഓക്കെ, ഇനി നോക്കാം. ഇതിന്റെ ലോഡ് കാൽക്കുലേഷൻസ് നോക്കാം. ലോഡ് കാൽക്കുലേഷൻസ്, ലൈറ്റ് ലോഡ് നോക്കാം. ലൈറ്റ് ലോഡ് ഇൻകാൻസൻ ലാമ്പ് എത്ര ഉണ്ടാവും? വാട്ടേജ് എത്ര ഉണ്ടാവും? 40 വാട്ട് ഉണ്ടാവും. നമ്പർ 5 എണ്ണം അല്ലെ? ഇവിടെ നോക്കിയാൽ 40 വാട്ട് ഇൻകാൻസൻ ലാമ്പ് പറഞ്ഞിട്ട് 5 നമ്പേഴ്സ് 40 വാട്ട് ഇവിടെ കാണാം. പിന്നെന്താന്ന് അയാൾ പറഞ്ഞത്, ഞാൻ കുറച്ചും കൂടെ സൂം ഔട്ട് ചെയ്യാം, ഇത് ഈസി ആയിട്ട് കാണാൻ വേണ്ടി. പിന്നെന്താ പറഞ്ഞ, പിന്നെ ഫ്ലൂറസൻ ലാമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫ്ലൂറസൻ ലാമ്പ് 5 എണ്ണം 40 ലാമ്പ്. 5 എണ്ണം 40 ലാമ്പ് ഇവിടെ. CFL ലാമ്പ് എത്ര പറഞ്ഞ? 5 എണ്ണം 20 വാട്ട്. സോ അതേ രീതിയിൽ നിങ്ങൾ എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്ര നമ്പേഴ്സും, എത്ര വാട്ടേജ് ഉണ്ടോ അത്ര വാട്ടേജ്. ഇത് നിങ്ങൾ ഇവിടെ ഈ ഒരു പ്രോബ്ലമില് ഈ ഒരു ഓത്തർ കൊടുത്തിരുന്നു. ഈ ഒരു പ്രോബ്ലമിൽ ഈ ഒരു ഓത്തർ നേരത്തെ പറഞ്ഞിരുന്നതാണ്. അപ്പൊ ചിലപ്പം ഇങ്ങനെ എക്സാമിൽ കൊടുത്തിരിക്കണം എന്നില്ല. ഞങ്ങൾ നേരത്തെ കണ്ടില്ലേ, 2 പവർ പ്ലഗും 1 പ്ലഗും അങ്ങനെ ആ രീതിയിലേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈൻ ഡാറ്റ ഹാൻഡ് ബുക്ക് നോക്കിയിട്ട് ഇവിടെ ചെയ്യണം. സോ ഇവിടെ നോക്കാം. ആ ഡിസൈൻ ഡാറ്റ ഹാൻഡ് ബുക്ക് പേജ് നമ്പർ 16 നോക്കിയാൽ മതി കേട്ടോ. സോ CFL നോക്കാം. CFL 100 വാട്ട്, സീലിംഗ് ഫാൻ 240 വാട്ട്, 6 ആംപിയർ പ്ലഗ് 400 വാട്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ നോക്കുക 25ഉം ഈ ടോട്ടൽ പവർ നോക്കുക 1260. അപ്പം ടോട്ടൽ നമ്പർ എത്രയുണ്ടായി? 25. അപ്പൊ 3 ഈ സബ് സർക്യൂട്ട് എന്തെന്നാലും വേണം. ഓക്കെ, സോ ഇതേപോലെ എന്ത് വേണം? പവർ ലോഡ്. സോ പവർ ലോഡ് എത്ര ഉണ്ടാവും? പവർ ലോഡ് 3373. അപ്പൊ ഇനി എന്ത് ചെയ്യുക? ടോട്ടൽ കണക്റ്റഡ് ലോഡ് കാണണം. ടോട്ടൽ കണക്റ്റഡ് ലോഡ് വെച്ചാൽ ലൈറ്റ് ലോഡ് പ്ലസ് പവർ ലോഡ്. ലൈറ്റ് ലോഡ് പവർ ലോഡ് എത്രയും? 4633. നിങ്ങളിപ്പോൾ ചെയ്തത് തന്നെ, നിങ്ങളിപ്പം ചെയ്തില്ലേ അതേപോലെ തന്നെ ഞാനത് അത് റെഗുലർ ആക്കിയിട്ട്, മീൻസ് ഒരു അറേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടി പറയുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ചെയ്ത പോലെ തന്നെയാണ്, ഒരു അറേഞ്ച് ചെയ്ത് നിങ്ങളൊന്ന് എഴുതണം. അന്നേരം എഴുതുമ്പോൾ എക്സാമിനെ കാണാൻ കുറച്ച് സുഖമായിരിക്കും. So since total connected load is less than 5 kilowatt, single phase supply can be provided. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഡിറ്റർമൈനിങ് ദി നമ്പർ ഓഫ് സബ് സർക്യൂട്ട്. ഇനി
അത് ഫസ്റ്റ് നിങ്ങൾ ടോട്ടൽ ലോഡ് കണ്ടുപിടിച്ചു. ഇനി നമ്പർ ഓഫ് സബ് സർക്യൂട്ട് എത്രയാണെന്ന് കാണണം. ഇൻ ഡൊമസ്റ്റിക് ഡ്വെല്ലിംഗ്സ് ടോട്ടൽ ലോഡ് ഇസ് ഡിവൈഡഡ് ഇൻടു 2 സബ് സർക്യൂട്ട്. That is light sub circuit and power sub circuit. Light sub circuit, light, fan, 6 ampere circuit are connected in a common circuit called light sub circuit. According to IS code, load on each sub circuit shall be restricted to 800 watts or 10 points. A good engineering practice is using 8 points per light sub circuit. ഒരു ഗുഡ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് വെച്ചാൽ 8 പോയിന്റ്സ് ആണ് ഒരു ലൈറ്റ് സബ് സർക്യൂട്ട്. സോ ഇയർ ദേ ആർ യൂസിങ് അപ് ടു 8 പോയിന്റ്സ്. സോ 25, that is 4.1, that is 5 സർക്യൂട്ട്സ്. 4.4നെക്കാട്ടും കൂടുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം 10 നിങ്ങൾ എടുത്തതാണെങ്കിലും തെറ്റില്ല. 10/25/10 എടുത്തെങ്കിൽ 2.5 3 സബ് സർക്യൂട്ട് ആയിട്ട് എടുത്താലും പ്രശ്നമില്ല. ഇതിപ്പോ എന്തിനാ അത് എടുത്തതെന്ന് വെച്ചാൽ ലോഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തതേ ഉള്ളൂ. ഇത് ഒരിക്കലും ഈ ഒരു IS കോഡിൽ ഇതില്ല. ഓക്കെ, ഇത് ഒരു IS കോഡിൽ ഇത് വരുന്നില്ല, ഈ റൂളിൽ വരുന്നില്ല. ഈ ഗുഡ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് അത് ഒരിക്കലും ഒരു IS കോഡിൽ വരുന്നില്ല. 800 വാട്ട്സും 10 പോയിന്റ്സും മാത്രമേ ഒരു IS കോഡിൽ IS റൂളായിട്ട് വരുന്നുള്ളൂ. പിന്നെ the total power subcircuit, 2 number of 16 ampere plugs can be connected in a single power subcircuit. Separate power subcircuit must be provided for all other power loads. So total power subcircuit, 1 for 16 ampere power plug, 1 for water heater and 1 for power plant. So ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഈ ഒരു പവർ സബ് സർക്യൂട്ട് പറയുകയാണെങ്കിൽ 1+1+3 പ്ലഗ് ആണ് നിങ്ങളിവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 3ന്റെയും പിന്നെ മാക്സിമം 1ന് 2 പ്ലഗ്, 1ന് ഒരു സബ് സർക്യൂട്ടിന്റെ 2 പ്ലഗ് വെച്ച് നോക്കുകയാണെങ്കിൽ 2 പ്ലഗ് നോക്കുകയാണെങ്കിൽ 2 പവർ സബ് സർക്യൂട്ട് ധാരാളമാണ്. സോ ഇവിടെ ഈ ഓഥർ എന്ത് ചെയ്തു വെച്ചാൽ ഓരോന്നിനും ഓരോ സബ് സർക്യൂട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഞാൻ റെഫർ ചെയ്യുന്നത് ബുക്ക് റൈനയാണ്, റൈന കെ ഭട്ടാചാര്യ. റൈന കെ ഭട്ടാചാര്യയിൽ ഇത്രേ അത് പറയുന്നുള്ളൂ. റൈന കെ ഭട്ടാചാര്യ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഞാൻ പറയുന്നത് രണ്ടും സെയിം ആയിരിക്കും. നെക്സ്റ്റ്, സെലക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. ദ ടോട്ടൽ നമ്പർ ഓഫ് സബ് സർക്യൂട്ട്, ദാറ്റ് ഈസ് ലൈറ്റ് സർക്യൂട്ട് പ്ലസ് പവർ സബ് സർക്യൂട്ട്. സോ ഇവിടെ നമ്മൾ നേരത്തെ കിട്ടിയത് ലൈറ്റ് സബ് സർക്യൂട്ട് 3 ആയിരുന്നു, പവർ സബ് സർക്യൂട്ട് 3 ആയിരുന്നു. +3 + 3 6 എണ്ണം. സോ ടോട്ടൽ നമ്പർ ഓഫ് സബ് സർക്യൂട്ട് എത്ര വേണം? 6 വേണം. അപ്പോൾ 6 വരുമ്പോൾ നമുക്ക് എത്ര വേ വരും? 6 വേ വരും. ഇത് 415 ആവും നേരത്തെ ആംബിയർ. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലം കിട്ടിയത് 415 വോൾട്ട് 3 ഫേസ് 6 വേ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. സോ ആ രീതിയിൽ ഇവിടെ ഉണ്ടാവും. സോ 6 വേ DBന്റെ ഇതാണ് ഇവിടെ കാണുന്നത്. സോ 6 വേ DB ഇങ്ങനെ കണക്ട് ചെയ്യാം. 6 വേ DB. സോ 6 വേ DB. പിന്നെ അതിൻ്റെ ഒരു നമ്മൾ നേരത്തെ ഇപ്പം 5000 വാട്ട് ആണ് കിട്ടിയത് കൊണ്ട് നമ്മൾ ട്രിപ്പിൾ പോൾ MCCB ആണ് നമുക്കവിടെ ഉപയോഗിക്കേണ്ടത്. ട്രിപ്പിൾ പോൾ MCCB ആണ്. ഇത് ഡബിൾ പോൾ MCB ആണ്. ഇത് ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മൾ 5000 വാട്ടിനെക്കാട്ടും കൂടുതൽ കിട്ടുവാണെങ്കിൽ ട്രിപ്പിൾ പോൾ MCCB ഉപയോഗിക്കണം. പിന്നെ ഇൻകമർ മീൻസ് ഒരു ഇതിലേക്ക് വരുന്ന ഇൻകമർ. സോ ഇൻകമറിന്റെ എത്ര ആംബിയർ ഉണ്ടാവണം? ഇൻകമർ ആംബിയറിന്റെ റേറ്റിംഗ്, ദാറ്റ് ഈസ് RCCB വിത്ത് 30 milliampere സെൻസിറ്റിവിറ്റി. സോ പിന്നെ നമുക്ക് വരുന്നത് ഔട്ട് ഗോയിങ് MCBs എത്ര എണ്ണം വേണം? MCBs നമുക്ക് നേരത്തെ നമ്മൾ ആ പ്രോബ്ലം പോലെ 3 MCB മതി. പിന്നെ 3 66 ആംബിയർ 3 MCB, പിന്നെ 16 ആംബിയർ 3 MCB മതി. സോ ഇത് യൂഷ്വലി B ക്ലാസ് ആണ് ഉപയോഗിക്കാറ്. നേരത്തെ പറഞ്ഞു B ക്ലാസ്, C ക്ലാസ്, D ക്ലാസ് ആ റേഞ്ചിൽ വരും. അപ്പം ഇത് 3 ഫേസ് ആണെങ്കിലും സിംഗിൾ ഫേസ് ആണെങ്കിലും നിങ്ങൾ ഈ B ക്ലാസ് തന്നെ ഉപയോഗിക്കാം. B ക്ലാസ് തന്നെ ഉപയോഗിച്ചാലും മതി. സിംഗിൾ ഫേസ് ആണെങ്കിലും 3 ഫേസ് ആണെങ്കിലും.
പിന്നെ ഈ ഇൻകമർ മാറും. ഇൻകമർ ഇവിടെ 25 ആംപിയർ അല്ല ഉണ്ടാവുക, അതിന്റെ ടോട്ടൽ ലോഡ് കറണ്ട് ഇല്ലേ, അപ്പം മീൻസ് 7000 വാട്ട് അല്ലേ, ആ 7000 വാട്ട് ബൈ 415 വാട്ട് എത്ര ആണ്, 7000 ബൈ 415 എത്ര ആണ് കിട്ടുന്നത്, ആ ആംപിയറിന്റെ അടുത്തുള്ള റേറ്റിംഗ് ആണ് ഇൻകമർ ആയിട്ട് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അത് ആർ സി ബിന്റെ, അത് നിങ്ങളുടെ ഡാറ്റ ഹാൻഡ് ബുക്ക് നോക്കിയാൽ കിട്ടും. MCBs are selected based on maximum current flowing in the subcircuit. Maximum current in the light subcircuit is equal to 800 by 230, that is 3.47. ഒരു 800 അല്ലേ മാക്സിമം ഒരു പവർ ഒരു സബ് സർക്യൂട്ട് പാടത്തുള്ളൂ. അപ്പം 230 ഇൻറ്റു 1, ദാറ്റ് ഈസ് 230 വോൾട്ട് സിംഗിൾ ഫേസ് ആയതുകൊണ്ട് ഇൻറ്റു 1, അപ്പം 3.47 എന്ന് വരുന്നത്. So maximum current in a power subcircuit is equal to എന്താടാ ഫുഡ് കഴിക്കാൻ പോയി, ഇപ്പൊ വരും.
ഹലോ, അത് ഇടയ്ക്ക് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ഇപ്പനോട് ചോദിക്കാം. ഒരു ആപ്പ് ഒന്ന് കറക്റ്റ് ആയ ശേഷം ഞാൻ നിങ്ങളെ വിളിക്കാം. ഇല്ലെങ്കിൽ ആ പ്രോബ്ലം ഞാൻ തന്നില്ലേ, ഒരു നിങ്ങളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുക പ്രോബ്ലം, അതൊന്ന് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത ശേഷം നിങ്ങൾ റൈന കെ ഭട്ടാചാര്യ ആ ബുക്ക് റെഫർ ചെയ്യുക. ആ ബുക്ക് റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാം. അത് ആ ഓത്തർ അങ്ങനെ എടുത്തതാണ്. ഇറ്റ്സ് എ ഗുഡ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് പറഞ്ഞിട്ടാണ് എടുത്തത്. ബട്ട് നോർമലി ഒരു IS കോഡ് പ്രകാരം എടുക്കേണ്ടത് 10 യൂണിറ്റ് ആണ്. ഒരു 800 വാട്ടാണ്. ഒരു ലൈറ്റ് സബ് സർക്യൂട്ടിന്, ഒരു പവർ സബ് സർക്യൂട്ടിന് വേണ്ടുന്നത് 2.3000 വാട്ടാണ്. സോ ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ട് അതിൻ്റെ ലോഡ് കാൽക്കുലേഷൻസും പിന്നെ ടോട്ടൽ കണക്റ്റഡ് ലോഡും ഒക്കെ കണക്കൂട്ടിയിട്ട് നിങ്ങൾ എനിക്കൊന്ന് അയച്ച് തരിക. അപ്പോൾ നേരത്തെ തന്നിട്ടില്ല, ഞാൻ ലോഡൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് എടുത്ത് വെച്ചിട്ടെങ്കിൽ ഞാനത് വാട്സപ്പിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ അത് ഒന്ന് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് എനിക്കൊന്ന് അയച്ചു തരാം. അത് ടോട്ടൽ കണക്റ്റഡ് ലോഡും പിന്നെ സബ് സർക്യൂട്ട് എത്രയാണ് അത് നിങ്ങൾ കാണിക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ്
Hello, I will just present it now. Okay, I think you are able to see this one slide. Okay, next we need to first we have find out the light load calculations, then power load calculation. So then we determine the number of sub-circuit. നിങ്ങൾക്ക് കാണുന്നില്ലേ ഇത്? നിങ്ങൾക്കിത് ഒക്കെ കാണുന്നില്ലേ? Please respond. Can you able to see this one? കാണുന്നുണ്ട് സർ. Okay then. ഇനി ഞാൻ ഇത് കാണിച്ചുതരാം. ലൈറ്റ് പവർ സബ് സർക്യൂട്ട്. So selection of distribution board. Next we need to see first നമ്മൾ എന്ത് ചെയ്യണം? First determine the number of load calculations, light load calculations, second light load calculations and power load calculations. ഇത് രണ്ടിലും ലോഡ് കാൽക്കുലേഷൻസ് എന്ന് പറയാം. പിന്നെ അടുത്തത് വരുന്നതാണ് ഡിറ്റർമിനേഷൻ ഓഫ് നമ്പർ ഓഫ് സബ് സർക്യൂട്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? സിമ്പിളാണ്, വലിയ ടഫിലെ കാര്യമൊന്നുമല്ല, സിമ്പിളാണ്. നെക്സ്റ്റ് വൺ സെലക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. സോ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ രണ്ട് തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ഉണ്ട്. ഇത് ഈ 230 വോൾട്ട് എല്ലാ സ്ഥലത്തും വരണമെന്നില്ല. ഇപ്പം നമ്മളിപ്പം കണ്ടുപിടിച്ച ലോഡ് പ്രകാരം 7000 വാട്ട് അല്ലേ? അപ്പൊ അതിൽ വരുന്നത് 415 വാട്ട് 3 ഫേസ് 8 വേ ഡി ബി 6 വേ ഡി ബി ആണ്. അപ്പം ആ രീതിയിൽ വേണം വരാൻ. സോ ഈ എന്താണ് ഈ 3 ഫേസ് ഡി ബിയും സിംഗിൾ ഫേസ് ഡി ബിയും വെച്ചാൽ അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം. സിംഗിൾ ഫേസ് ഡി ബിയും 3 ഫേസ് ഡി ബിയും അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ചെറിയ ഒരു ഇത് മാത്രം ചെറിയൊരു ഡിഫറൻസ് മാത്രമേ അതിൽ കാണൂ. സിംഗിൾ ഫേസ് ഡി ബി എന്ന് വെച്ചാൽ അതിങ്ങനെ ഉണ്ടാവും. 3 ഫേസ് ഡി ബി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. 3 ഫേസ് ഡി ബി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. സിംഗിൾ ഫേസ് ഡി ബി വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവും കാണാം. നിങ്ങൾ നോർമലി നിങ്ങൾ വീട്ടിൽ കാണുന്നത് ഈ സിംഗിൾ ഫേസ് ഡി ബി ആണ്. 3 ഫേസ് ഡി ബി എന്ന് വെച്ചാൽ അത് യൂഷ്വലി ഈ രീതിയിൽ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാവും. സോ ഇതിൽ ഇൻകമറാണ് ഇവിടെ കാണുന്നത്, ടോപ്പിലെ ഹോളും. പിന്നെ ഇതിൽ കാണുന്ന ഈ ഒരു ലിങ്ക് ഉണ്ടല്ലോ, ഇത് നമ്മൾ ന്യൂട്രൽ ലിങ്ക് എന്ന് പറയാം. ന്യൂട്രൽ ലിങ്ക് എന്ന് പറയും. ന്യൂട്രൽസ് ഒക്കെ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഒരു എർത്ത് ലിങ്ക് പറഞ്ഞിട്ടുണ്ട്, ഇതാ ഈ ഒരു ഭാഗത്തുണ്ടാവും ന്യൂട്രൽ ലിങ്ക്. ആ ന്യൂട്രലാ ഈ ബ്ലാക്ക് വയർ ഒക്കെ കൊണ്ടുപോയി അവിടെ കണക്ട് ചെയ്യുന്ന കാണുന്നില്ലേ, അത് നമ്മൾ ന്യൂട്രൽ ലിങ്ക് എന്നാ പറയാം. പിന്നെ ഇത് നമ്മൾ ഈ എല്ലാത്തിൻ്റെയും ഫേസ് ഒരേപോലെ ആക്കുന്നത്. അത് എന്തിനാ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറയാം. ഈ MCB പറഞ്ഞാൽ എന്താണ്? MCB പറഞ്ഞാൽ ഈ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് ഈ MCB പറഞ്ഞാൽ. ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ, ഈ ഒരു ഫ്യൂസ് കാണുന്നില്ലേ, ഈ മെയിൻ ലൈനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഫ്യൂസ് കാണുന്നില്ലേ? ഈ ഫ്യൂസിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ MCB വെക്കാം. ഈ ഫ്യൂസ് തന്നെയാണ് നോർമലി ഒരു MCB എന്ന് പറയുകയാണെങ്കിൽ. ഈ ഫ്യൂസാണ് ഈ MCB. ഈ ഫ്യൂസിലെ MCBന്റെ ഇൻപുട്ടിലേക്ക് ഒരു ഫേസ് വരും, അതിന്റെ താഴെയും ഒരു ഫേസ് ഉണ്ടാവും. അത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടത്തേക്ക് കണക്ട് ചെയ്യാൻ പറ്റും? ഈ ഒരു ലൈനിലേക്ക്, സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. സോ ഇങ്ങനെയാണ് വരിക. നോക്കുക, MCBന്റെ ഇൻപുട്ടിലേക്ക് ഫേസ് ആണ് വരിക, MCBന്റെ പുറത്തേക്ക് വരുന്നത് ഫേസ് ആണ്. അപ്പൊ ഈ ഇൻപുട്ടിലേക്ക് ഒരു ഫേസ് വന്നിട്ട് കുറെ MCB ഇവിടെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോമൺ ആയിട്ട് ഒരു കപ്ലിംഗ് കൊടുക്കും. ആ കപ്ലിംഗ് കൊടുക്കുന്നതാണ് നേരത്തെ നിങ്ങൾ കണ്ട ആ ഒരു കപ്ലർ. അത് കോമൺ ലിങ്ക് ആണ്.
കോമൺ ലിങ്കാണ് കൊടുത്തത്. നേരത്തെ നിങ്ങൾ ഒന്ന് കണ്ടിട്ടില്ലേ, ഒരു മെറ്റൽ പോലത്തെ സാധനം അവിടെ കണക്ട് ചെയ്യുന്ന. സോ ഇവിടെ ഒരു മെറ്റൽ പോലത്തെ സാധനം കണക്ട് ചെയ്ത് കണ്ടിട്ടില്ലേ, ഇത് ഒരു കോമൺ ലിങ്കാണ്. ഇയാൾ ഇതൊരു കോമൺ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണ്. സോ ഇതാണ് RCBയിലേക്ക് ഒരു മീൻസ് നിങ്ങളെ ഇതിലേക്ക് വരുന്ന ഡബിൾ പോളിലേക്ക് വരുന്ന ഫസ്റ്റ് ഫേസും ഫസ്റ്റ് ന്യൂട്രലും. അത് കഴിഞ്ഞിട്ട് നോക്കുക ഇത് ഏതൊക്കെ തരത്തിലെ MCCB. നിങ്ങൾ അപ്ലിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് MCB ഇവിടെ ഫിറ്റ് ചെയ്യാം. ഇതിന്റെ മുകളിൽ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ബുക്സ് പോലെ, അത് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ന്യൂട്രൽ ലിങ്ക് ഉണ്ട്. ഈ ന്യൂട്രൽ ലിങ്കിന് സോ ഇതിങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. സോ ഇതിന്റെ താഴെ ഇതൊരു കോമൺ ആയിട്ട് ജോയിൻ കൊടുക്കുക. പിന്നെ ഇവിടുന്ന് മോഡിൽ ഓരോ സബ് സർക്യൂട്ടിലേക്ക് ഇതിപ്പോൾ ചിലപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് ചിലപ്പം വീട്ടിലേക്കായിരിക്കും, റൂമിലേക്കായിരിക്കും പോവുക. റൂമിലേക്ക് ഇത് കൊടുക്കുക. പിന്നെ ഇത് ബെഡ്റൂമിലേക്കായിരിക്കും. ഇത് ബെഡ്റൂം 1, ഇത് ബെഡ്റൂം 2, അങ്ങനെ ഓരോന്നിനും വരും. പക്ഷെ ഇതിലേക്ക് വരുന്നത് ഒരു ഫേസും ഒരു ന്യൂട്രലും. ഇതേപോലെ തന്നെ ഇത് ഒരു ഫേസും ഒരു ന്യൂട്രലും വരും. പിന്നെ 3 ഫേസ് ആണെങ്കിൽ നമ്മൾ MCCBs ഉപയോഗിക്കും, മീൻസ് ഇത് ഉപയോഗിക്കും. ഈ വയറിന്ന് ഓരോ ഫേസിലേക്കും ഇത് പോകും. ഒരു ഫേസും ഒരു ന്യൂട്രൽ ലിങ്ക് ഉണ്ടാവും. ആ ന്യൂട്രൽ ലിങ്ക് ഒരു ലിങ്ക്. സോ ഇത് ഒരു സിംഗിൾ ഫേസ് ആണ്. ഇതൊരു സിംഗിൾ ഫേസ് ആണ്. ഒരു ഫേസും ഒരു ന്യൂട്രൽ വരും. പിന്നെ ഇവിടുന്ന് ഒരു ഫേസ് എടുത്തിട്ട് നോക്കിയാൽ മതി. ഒരു RCD പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഒരു കോമൺ കപ്ലിംഗ് ആണ്. സോ കോപ്പർ ബാർ സെഗ്മെന്റ് ഇവിടെ കാണാൻ പറ്റും. ഒരു കോപ്പർ ബസ് ബാർ സെഗ്മെന്റ്. ഈ കോപ്പർ ബസ് ബാർ സെഗ്മെന്റിൽ ഈ താഴെയിലെ എല്ലാത്തിനും നമുക്ക് കോമൺ ആയിട്ട് ഒരു കണക്ഷൻ കൊടുക്കാം. പിന്നെ ഇതിന്ന് മോഡിൽ നിന്ന് നിങ്ങൾക്ക് ഓരോ സ്ഥലത്തേക്കും ഓരോ സബ് സർക്യൂട്ടിലേക്കും നിങ്ങൾക്ക് ഇത് കണക്ഷൻ കൊടുക്കാം. ഇത് നിങ്ങൾ ആസ് എൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അറിഞ്ഞിരിക്കേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇവിടെ നോക്കാം. ഒരു MCB പറഞ്ഞാൽ ഫേസ് ഡയറക്റ്റ് കൊടുക്കും. അതിന്റെ താഴെ നിന്ന് ഈ ഒരു ഫേസ് പറഞ്ഞാൽ 3 or 4 MCB ഉണ്ടെങ്കിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിന്റെ ഒരു MCBക്ക് മാത്രം കൊടുത്താൽ മതി ഫേസ്. പിന്നെ അവിടെ നിന്ന് ഒരു MCBന്റെ ടോപ്പ് നിന്ന് ഇതിലേക്ക് അടുത്തതിന്റെ സ്വിച്ച് ബോർഡിലേക്ക് പോകും. ആ സ്വിച്ച് ബോർഡിൽ നിന്ന് ഇങ്ങനെ 2 സ്വിച്ചും ഒരു സോക്കറ്റും വരും. സോ ഇങ്ങനെ ഒരു വയറിംഗ് ഡയഗ്രാം നിങ്ങൾ വരക്കേണ്ടി വരും എക്സാമിൽ. ഓക്കെ, സോ ഇതാണ് ഫേസ് ആണ്. ഒരു സിംഗിൾ പോൾ ആണെങ്കിൽ ഫേസും ആണ്. അതുകൊണ്ടാണ് ഇതിനെ സിംഗിൾ പോൾ എന്ന് പറയാൻ കാരണം. സിംഗിൾ പോൾ പറയാൻ കാരണം ഒരു ഫേസ് മാത്രമേ ഇതിന് കണക്ഷൻ ഉള്ളൂ. ഒരു ഫേസ് ഇൻപുട്ട്, മുകളിൽ ഫേസും താഴെയും ഫേസ് ആണ്. ഡബിൾ പോൾ പറയാൻ കാരണം ഒരു ഫേസും ഉണ്ടാവും ഒരു ന്യൂട്രലും ഉണ്ടാവും. ഒരു ഫേസ് ഉണ്ടാവും ഒരു ന്യൂട്രൽ ഉണ്ടാവും. ട്രിപ്പിൾ പോൾ പറയാൻ കാരണം ഇവിടെ 3 ഫേസ് ഉണ്ടാവും, താഴെ 3 ഫേസും ഉണ്ടാവും. സോ ഇതുപോലെ ഈ MCBയും MCCPയും സിംഗിൾ പോൾ MCBയും 3 പോൾ MCBയും വെച്ചാൽ ഈ 3 പോൾ MCB വെച്ചാൽ 3 ഫ്ലോറിലേക്ക് നമ്മൾ ഒരു ഫേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് കൂടെ കൊടുക്കാം. ഇത് താഴെ കൂടെ നിങ്ങൾക്ക് കൊടുക്കുന്നത് ഒരു ലൈനിൽ നിന്ന് മീറ്ററില്ലേ, ഒരു ട്രിപ്പിൾ പോൾ അയൺ ക്ലാഡ് സ്വിച്ച്, ട്രിപ്പിൾ പോൾ അയൺ ക്ലാഡ് മെയിൻ സ്വിച്ചിന് ഡയറക്റ്റ് 3 ഫേസ് ഇതിലേക്ക് കൊടുത്തിട്ട് ഒരു ന്യൂട്രൽ ലിങ്ക് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ന്യൂട്രൽ ലിങ്കിന് വേണമെങ്കിൽ ഓരോ ഫേസിലേക്കും ഓരോ ഫ്ലോറിലേക്കും ഓരോ ഫേസ് വേണമെങ്കിൽ കണക്ഷൻ കൊടുക്കാം. സോ ഇതിന് ന്യൂട്രൽ ലിങ്ക് ഒന്നും വേണ്ട. ന്യൂട്രൽ ഓൾറെഡി ഈ MCBയിൽ ഉണ്ട്. സോ ഇന്നത്തേക്ക് ഇത്ര മതി എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾക്ക് എങ്ങനെ ഈ ക്ലാസ് മനസ്സിലായോ? നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് വേണം എനിക്ക്. ഇന്ന് ഇവിടുന്ന് എടുക്കുന്ന ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? കോളേജിൽ നിന്ന് എടുക്കുന്ന ക്ലാസ് എല്ലാവരും ഫോൺ ഓൺ ചെയ്തിട്ട് പോയോ? ആരും പറയുന്നില്ല. ഓക്കെ,
എന്നാൽ നമുക്ക് ഈ ക്ലാസ് ഇവിടെ നിന്ന് വെച്ച് നിർത്താം. 3:15 3:00 മുമ്പ്. ഓക്കെ. നബീൽ പറയൂ. ഇല്ല ഒന്നുമില്ല സാറേ, മനസ്സിലായി, കേട്ടെല്ലാം മനസ്സിലായി. ഇടയ്ക്ക് നെറ്റ് പോയി. നെറ്റ്വർക്ക് പോയി. അത് ഒന്നാമത് ഇടയ്ക്ക് എൻ്റെ ലാപ്പ് ഒന്ന് ഹാങ് ആയി പോയി, അതാ പ്രശ്നം. അപ്പം അത് ഇപ്പം കറക്റ്റായി ലാപ്പ്. ഞാൻ ലാപ്പൊന്നും ചെയ്യുന്നില്ല, ഞാൻ അതും നിർത്താൻ പോവാ. ലാപ്പൊന്നും വേണ്ട, ഞാൻ ഇപ്പോൾ കോളേജിൽ ഇഷ്ടം പോലെ PCs ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ചെയ്യാം. അപ്പോൾ എന്തെന്നാലും ഞാൻ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും കോളേജിൽ വരും. അപ്പം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് ഈ EC മീൻസ് ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ ഓൾറെഡി ഓൺലൈൻ ക്ലാസ് ആയിട്ട് തന്നെ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു എവറിബഡി. പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ലോഡില്ലേ, ഞാൻ ഒരിക്കൽ കൂടെ അത് സ്ക്രീൻ ഷെയർ ചെയ്യാം. ആ ലോഡ്, ആ ഒരു ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഇതൊന്നും നിങ്ങൾ എല്ലാവരും ചെയ്യുക. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ചെയ്യുക. ഈ ഒരു പ്രോബ്ലം നിങ്ങൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ നിങ്ങൾ ഒരു പേജിൽ എഴുതി ഒരു പേപ്പറിൽ, ഒരു A4 ഷീറ്റ് പേപ്പറിൽ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് എനിക്കൊന്ന് അയച്ചു തന്നാൽ മതി. ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് ഒന്ന് അയച്ചു തന്നാൽ. ഇത് നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഈ ലൈറ്റ് ലോഡും പിന്നെ പവർ ലോഡും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താലും മതി. ഓക്കെ. പിന്നൊന്നുമില്ല, ഇനി കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. സെലക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വരെ ആയി. ഇനി സെലക്ഷൻ ഓഫ് മെയിൻ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് ഉണ്ട്. പിന്നെ സെലക്ഷൻ ഓഫ് കേബിൾസ് ആൻഡ് വയർസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സിംഗിൾ ലൈൻ ഡയഗ്രാമാണ്. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു ഹൗസ് വയറിംഗ് ഉണ്ട്. അത് നമുക്കിനി കുറച്ചേ ഉള്ളൂ പോർഷൻസ്. നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാം. അതാ മെയിൻ സ്വിച്ച് ഫ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ ലോഡ് ബൈ നിങ്ങൾക്ക് എത്ര കറണ്ട് ഉണ്ട് അതിനനുസരിച്ച് മെയിൻ സ്വിച്ച് ഫ്യൂസ് ഉണ്ട്. പിന്നെ കേബിൾസും വയർസും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് 1.5 സ്ക്വയർ mm കോപ്പർ വയർ ലൈറ്റിന്, പിന്നെ പവറിന് 2.5 സ്ക്വയർ mm കോപ്പർ വയർ, പിന്നെ എർത്ത് വയറിന് 4 mm സ്ക്വയർ കോപ്പർ വയർ. ഇത് ആൾമോസ്റ്റ് എല്ലാത്തിനും സെയിം ആയിരിക്കും. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ സിംഗിൾ ലൈൻ ഡയഗ്രാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ബൈ.